നമ്മൾ വിചാരിക്കും നമസ്കാരം മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യം, ഒരു അമല് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ളത്, അല്ലെങ്കിൽ നോമ്പ് മാത്രമാണ് ഫർളാക്കപ്പെട്ട കാര്യങ്ങളാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കണ്ട. അതിന്റെ പുറമെ ചില നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ചില ആളുകൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവിടെ ഹൃദയത്തിന്റെ ഉള്ളറയില് അത് ജനങ്ങൾ കാണാൻ അല്ലെങ്കിൽ ദുന്യവിയായ ചിന്ത മാത്രമാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എവിടെയാണ് നമുക്ക് അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകുന്നത്? ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ ഖൽബിനകത്താണ് ചിന്ത വേണ്ടത്. നന്മയാർന്ന പ്രവർത്തനങ്ങളും ചിന്തയും വേണ്ടത് നമ്മുടെ ഖൽബിന്റെ ഉള്ളറയിലാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ ഖൽബിന്റെ ഉള്ളിൽ എന്താണോ, നീ ഒരു അമൽ ചെയ്യുമ്പോൾ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിന്റെ പ്രവർത്തനം എങ്ങനെയാണോ ആ പ്രവർത്തനത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പടച്ചവനെ പ്രതിഫലം നൽകുന്നത്. പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഖൽബിനകത്തുള്ള ഈ ചിന്ത എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതാണ്. ആ ഖൽബിനകത്തുള്ള ചിന്തക്കനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രതിഫലം നൽകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിസ്കാരം, നോമ്പും മറ്റു അമലുകളും നോക്കി മാത്രം ഒരാളെ നമ്മൾ വിലയിരുത്തിയാൽ അവന് സ്വർഗത്തിലെന്ന് നമ്മൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? ഒരു മനുഷ്യനാ നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ ഇബാദത്തുകളും സുന്നത്തുകളും ഫർദുകളും എടുത്തിരുന്നൊരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടത് കൊണ്ട്, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടത് കൊണ്ട്, അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയച്ചു വിട്ടതുമില്ല, സ്വന്തം കൈകൊണ്ട് കൊടുത്തതുമില്ല. അങ്ങനെ കെട്ടിയിട്ട് അതിനെ പീഡിപ്പിച്ചപ്പോൾ അല്ലാഹു തആല പെണ്ണിന് അല്ലാഹു നരകം കൊടുത്തു. വലിയ ആബിദത്തായിരുന്നു ദുനിയാവില്. അത് ദുനിയാവ് ആ സ്ത്രീ ഇരൊറ്റ കാരണം കൊണ്ടാണ് അവിടുന്ന് നരകത്തിൽ കടന്നത്. എന്നാൽ അമലുകളൊന്നുമില്ലാത്ത മനുഷ്യൻ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ കടന്നെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ അവിടുന്ന് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കഥയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതാ പറയുന്നത്, ചില അമലുകൾ നമ്മെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നതാണ്. അങ്ങനത്തെ ഒരു അമല് നമ്മൾ പറയുകയാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിനകത്ത് ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? അതിനെ കുറിച്ചാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. മഹാനായ ഇബ്നു ബത്വാൽ റളിയല്ലാഹു തആല അൻഹു, അതാ മഹാനായ ബുഖാരി ഇമാം, അവിടുന്ന് തന്റെ ബുഖാരി അതിന്റെ ഗ്രന്ഥത്തിന്റെ സ്വഹീഹിൽ അവിടുന്ന് പറയുന്നത് കാണാം. മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, റഹ്മത്തുൽ വലദി സ്വഗീർ, ചെറിയ കുട്ടികൾ, ചെറിയവരോട് ആരാണ് കരുണ കാണിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് കരുണ കാണിക്കുന്നതെന്നറിയോ? വമുആനഖതുഹു, ആരാണെന്ന് ചേർത്ത് പിടിക്കുന്നത്? ചെറിയ കുട്ടികളൊന്ന് ചേർത്ത് തന്റെ മാറോടൊന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരാരാണ്? മാത്രമല്ല വതഖബീലുഹു, ആരാണ് ആ കുട്ടിയൊന്ന് ചുംബിക്കുന്നത്? വരിഫ്ഖു ബിഹി, ആ കുട്ടികളോട് ആരാണ് മൃദുലമായ രൂപത്തില്, വളരെ സൗമ്യമായ രൂപത്തില് സ്നേഹത്തോടെ പെരുമാറുന്നത്, സംസാരിക്കുന്നത് ആരാണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാരാണ്? അവർക്ക് നന്മകൾ വാങ്ങിക്കൊടുക്കുന്നത് ആരാണ്? കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, മിഠായികൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ ഇബ്നു ബത്വാൽ റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിക്കുകയാണ്, ആ മനുഷ്യനെ കുറിച്ച് വരിഫ്ഖു ബിഹി, ആരാണ് മൃദുലമായിട്ട് പെരുമാറുന്നത്? ഈ പെരുമാറ്റങ്ങൾ മുഴുവനും ഉണ്ടല്ലോ മിനൽ അഅമാലില്ലത്തി യർല്ലാഹുല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് വലിയ പുണ്യമായ പ്രവർത്തനമാണ്. അല്ലാഹു തആല വളരെയധികം പ്രതിഫലം നൽകുന്ന പുണ്യമായ ഒരു അമലാണിത്. നോക്കൂ നിങ്ങൾ, പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ സ്നേഹിക്കുന്നതും അവരെ കൊഞ്ചിക്കുന്നതും വാത്സല്യം കാണുന്നതും വലിയ അമലാണെങ്കിൽ, ആ കുട്ടികളെ എങ്ങാനും വേദനിപ്പിച്ചാൽ, ആ കുട്ടികളെ അവിടുന്ന് തളർത്തിക്കഴിഞ്ഞാൽ, ആക്രമിച്ചാൽ, പടച്ചവനെ,
അള്ളാഹുവിന്റെ അടുത്ത് അതിന്റെ അത്രക്ക് ക്രൂരമായ പ്രവർത്തനം വേറെ എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയക്ക് എടുത്ത് നോക്കിയാൽ നമ്മളിങ്ങനെ കാണും, ചെറിയ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ ക്രൂരമായിട്ട് അടിക്കുന്നത് കാണാം അല്ലേ? പല വീഡിയോസുകളും ഫോട്ടോകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അവർക്കെതിരെ നടത്തുന്ന ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഗസയിലെ മക്കൾ, ആ പിഞ്ചു മക്കൾക്കെതിരൊക്കെ ഒരു രാജ്യം അവിടുന്ന് ചില ആളുകൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ മക്കളെ കൊന്നൊടുക്കിയത്, പീഡിപ്പിച്ച് കണ്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞത് ഇത് അല്ലാഹുവിന്റെ അടുത്ത് വലിയ അമലാണ്. മഹാനായ ഇബ്നു ബത്വാൽ റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിക്കാൻ, അള്ളാഹുവിന്റെ അടുത്ത് കുട്ടികളെ കൊഞ്ചിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന വലിയ അമലാണെങ്കിൽ ആ കുട്ടികളെ വേദനിപ്പിക്കുന്നത് എത്ര വലിയ തെറ്റിന്റെ അർഹമായ കാര്യമാണ്. അള്ളാഹുവിന്റെ അടുത്ത് എത്ര വലിയ ഗൗരവമേറിയ തെറ്റാണത്. അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികളെ അനാവശ്യമായിട്ട് നമ്മൾ അടിക്കരുത്. അത്യാവശ്യത്തിന് നമുക്ക് അടിക്കാം, പക്ഷെ അനാവശ്യമായിട്ട് ചെയ്യരുത്. അവര് വികൃതി കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പേടിപ്പിക്കാം അല്ലേ? അവരെന്തെങ്കിലും പിന്നെ വേണ്ടാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ശിക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ നടിക്കാം, ചീത്ത പറയാം. ഇതല്ല പറയുന്നത്, അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള രീതികളാണ്. അവര് ചില കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്തതിന്റെ പേര് ചില സ്ത്രീകളെ ഉമ്മമാരെ കണ്ട് അടിക്കുന്നതും ചെയ്യുന്നതും കണ്ടാൽ പടച്ചവനെ ചിന്തിച്ചു പോയി, അവര് പ്രസവിച്ച കുട്ടികളെ എന്നല്ലേ എന്ന് ആലോചിച്ചു പോകും. ഉമ്മാരി രൂപത്തിലാണ് ചില കുട്ടികളെ ആക്രമിക്കുക. അതിന് അക്രമം എന്നാ പറയാ, അതിന് ശിക്ഷ എന്ന് പറയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവേ, മഹാനായ ഇബ്നു ബത്താൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നോക്കൂ, വയുജാസി അലൈഹാ, ആ ഒരു പ്രവർത്തനം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ആ മനുഷ്യൻ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ചെയ്തിട്ടുള്ളത്? കുട്ടികളോട് സൗമ്യമായിട്ടൊന്ന് പെരുമാറി. ആ പെരുമാറ്റം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബന്ധം, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇബ്നു ബത്താൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്. പഠിച്ചവനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, കുട്ടികളൊന്ന് കൊഞ്ചിച്ചാൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഒന്ന് ചുംബിച്ചാൽ, മൃദുലമായിട്ട് അവരോടൊന്ന് സംസാരിച്ചാൽ പ്രതിഫലമാണ്. ചെറിയ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അവരോട് നമ്മൾ സംസാരിക്കുക, അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലെ? തൊള്ളിയും തിരിയാതെയാണ് കുട്ടികൾ വർത്തമാനം വരെ. അപ്പൊ അവരോട് അതിന്റെ രൂപത്തിൽ, അതേ രൂപത്തിൽ അച്ചടാ അല്ലെ, ഇങ്ങനെ സംസാരിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, അതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നന്മയിലേക്ക് ആ മനുഷ്യൻ എത്താൻ കഴിയുന്ന അമല്. ആ അമലുകളാണ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് വലിയ സന്തോഷമായിട്ട് എത്താൻ കഴിയുന്ന അമല്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്കത് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ പ്രവർത്തനം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടികൾ, അല്ലാഹുവേ, ആ കുട്ടികളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണേ. ഇന്ന് ചില ആളുകള് അയൽപക്ക ബന്ധത്തോടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലേക്ക് ആ കയറി വരുന്ന കുട്ടികൾക്കിടയിൽ വരെ അത് ചില ഉമ്മമാര് കാണിക്കും. മനസ്സിലായോ? നമ്മുടെ കുട്ടിയുടെ പറയാം, അവരോട് മിണ്ടണ്ട, ഒരപ്പം കളിക്കണ്ട പറയലുണ്ട് ചില ഉമ്മാര്. ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ മൈൻഡ് അതിനനുസരിച്ച് വളർന്ന് വലിയ മോശത്തരത്തിലേക്ക് എത്തപ്പെടും. നമ്മൾ പറയുന്ന ഏറ്റവും വലിയ അവരാണ് കുട്ടികളുടെ അയൽപക്ക ബന്ധാകട്ടെ, നാട്ടുകാരനാകട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളാണെന്ന് കണ്ടിട്ട് സൗമ്യമായിട്ട് നല്ല രൂപത്തിൽ അവരോട് ഇടപെടുക. ആ ഇടപെടൽ കൊണ്ട് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നത്. അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കിതാ നല്ലൊരു അമല് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി ഒന്ന് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന കാര്യം നമ്മൾ പറഞ്ഞത്, റബ്ബിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം ലഭിക്കാൻ